ഹൈസ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ മലയാളം പാഠപുസ്തകത്തിൽ വി കൃഷ്ണപിള്ളയുടെ ഒരു കൃതിയിൽ നിന്നുള്ള ഭാഗം പഠിക്കുവാനുണ്ടായിരുന്നു. ഭാഷാന്തരങ്ങൾ എന്നാണ് പാഠത്തിൻ്റെ പേര്. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പ്രയോഗിക്കുന്ന ഭാഷയിലെ വൈചിത്ര്യങ്ങളെക്കുറിച്ചായിരുന്നു ആ പാഠഭാഗം. വളരെ രസകരമായൊരു പാഠമായിരുന്നു അത്. എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ വസ്തുത, അതുമല്ലെങ്കിൽ ഒരു കാര്യം പറയുന്ന രീതി, കേരളത്തിൻ്റെ തെക്ക് വടക്കുകാർ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തുന്നു എന്നത് വളരെ രസകരമായിട്ടാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഭാഷാ വൈചിത്ര്യങ്ങൾ വെള്ളിത്തിരയിൽ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ളത് സാക്ഷാൽ മമ്മൂട്ടി തന്നെ. നമുക്ക് വടക്ക് നിന്ന് തന്നെ തുടങ്ങാം. ഈ ജനുവരി 27-ന്, അതായത് ഈ വർഷം ജനുവരി 27-ന് 25 വർഷം തികയുന്ന ഒരു മലയാള ചിത്രമുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയൻ. സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത ചിത്രമായിരുന്നു അത്. അങ്ങനെയെങ്കിൽ വെള്ളിത്തിരയിൽ ഭാസ്കര പട്ടേലർ ജനിച്ചിട്ട് 25 വർഷം തികയുകയാണ്. പട്ടേലരായി മമ്മൂട്ടി എത്തുമ്പോൾ വടക്കൻ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കാസർഗോഡിനും ദക്ഷിണ കർണാടകയ്ക്കും ഇടയിലുള്ള ഒരു കുഗ്രാമത്തിലെ ഭാഷയുമായിട്ടാണ് മമ്മൂട്ടി എത്തിയത്. ഇല്ലി ബാറു ബട്ടി മകനെ എന്ന് കന്നഡയിൽ പറഞ്ഞ ശേഷമാണ് ഇവട വാട നായിൻ്റെ മോനെ എന്ന് നീട്ടലും കുറുക്കലും സമാസമം ചേർത്ത് പട്ടേലർ സമ്മതിച്ചത്. സിനിമ എന്നത് സംവിധായകൻ്റെ മാത്രം കലയല്ല, അത് നടൻ്റെ കൂടെ കലയാണ് എന്ന് വ്യക്തമാക്കി തന്ന ചിത്രമായിരുന്നു 1994 ജനുവരി 27-ന് റിലീസ് ചെയ്ത വിധേയൻ. കന്നഡ ശൈലിയിൽ മലയാളം പറയുന്ന മമ്മൂട്ടിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2017 ഏപ്രിൽ 12-ന് റിലീസ് ചെയ്ത രഞ്ജിത്ത് ചിത്രമായിരുന്നു പുത്തൻ പണം. കന്നഡ കലർന്ന മലയാളം ഭാഷയിൽ ശ്രീ മമ്മൂട്ടി ഒരിക്കൽ കൂടി വെള്ളിത്തിരയിൽ വന്ന ചിത്രം. നിത്യാനന്ദ ഷേണായി. കന്നഡ കലർന്ന ഭാഷയിൽ കാസർകോട്ടെ ഗ്രാമീണ പദങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. കണ്ടാമാലയക്കൻ, ബഗിഡൻ, ഒരു ബൈക്ക് കീയുമ്പം, ജോർ വാറാക്കാം തുടങ്ങിയ പദങ്ങൾ ഭാസ്കര പട്ടേലരിൽ നിന്നും നിത്യാനന്ദ ഷേണായിലേക്ക് എത്തുമ്പോൾ കുറച്ചൊക്കെ രസകരമായി തന്നെ നാം ആസ്വദിച്ചു. അച്ചൂട്ടി ഓർമ്മയില്ലേ? അമരം എന്ന സിനിമയിലെ അച്ചൂട്ടി. ആലപ്പുഴയ്ക്കും ചേർത്തലയ്ക്കും ഇടയ്ക്കുള്ള ഒരു തീരപ്രദേശമാണ് തുമ്പോളി. ആ പ്രദേശക്കാരുടെ സംസാര ശൈലിയിലായിരുന്നു അച്ചൂട്ടി സംസാരിച്ചിരുന്നത്. ഈ സിനിമയിലെ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയം കൂടിയുണ്ട്. അതായത് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം അച്ചൂട്ടിയും, ശ്രീ മുരളി അവതരിപ്പിച്ച കൊച്ചുരാമനും, അശോകൻ അവതരിപ്പിച്ച രാഘവനും, KPS ലളിത അവതരിപ്പിച്ച ഭാർഗവിയും, ചിത്രയെ അവതരിപ്പിച്ച ചന്ദ്രികയും തീരപ്രദേശത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ മാധു അവതരിപ്പിച്ച മുത്തെന്ന് അച്ഛൻ വിളിക്കുന്ന രാധ സംസാരിച്ചത് വടിവത്ത അച്ചടി ഭാഷ തന്നെയായിരുന്നു. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാഷാശൈലി തീരപ്രദേശത്തിൻ്റെതായിരുന്നു. വിശപ്പ്, വേണ്ട, ദണ്ണം, ചോദിച്ചത്, ഇങ്ങനെയൊക്കെ പോകുന്നു. ഭാഷ കൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ടും ഇതിൽ ഒരു തീരപ്രദേശക്കാരനായി മമ്മൂട്ടി മാറുകയായിരുന്നു. അതിനുദാഹരണമാണ് അച്ചൂട്ടി ഊണ് കഴിക്കുന്ന രംഗം. വലിയ ഉരുളകളാക്കി വായി പിളർക്കെ തുറന്ന് ഉരുള വിഴുങ്ങി കഴിക്കുന്ന രംഗം ഒരു ഉദാഹരണം മാത്രം. ഈ രംഗം കാണുമ്പോൾ മറ്റൊരു മമ്മൂട്ടി ചിത്രം നമ്മുടെ ഓർമ്മയിലേക്ക് എത്തും. 1992 ഏപ്രിൽ 2-ന് റിലീസ് ചെയ്ത സൂര്യമാനസം. ഈ ചിത്രത്തിലെ പുട്ടുറുമീസ് എന്ന കഥാപാത്രവും വ്യത്യസ്തമായ ഒരു ഭാഷാശൈലിയിലാണ് സംസാരിക്കുന്നത്. ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ പോലെയൊക്കെ നമ്മൾക്ക് തോന്നുന്ന ഒരുതരം ചടുലമായ ഭാഷാശൈലി. മൃഗയ എന്ന ചിത്രത്തിലെ വാറുണ്ണിയുടെ സംസാര രീതി കേരളത്തിലെ വടക്കൻ മേഖലയിലുള്ള കോട്ടയത്തിന് കിഴക്കോ മറ്റോ ഉള്ളവരുടെ ഒരു ശൈലിയിലായിരുന്നു അതിലെ സംസാരം. ഫിലിപ്പോസിനെ ഓർമ്മയുണ്ടോ? മറന്നു കാണും. എന്നാൽ ഇരട്ടപ്പേര് പറഞ്ഞാൽ ഓർമ്മ വരും, മൈക്ക്. പുള്ളിക്കാരൻ ഏത് പ്രദേശത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് പുള്ളി തന്നെ എപ്പോഴും പറയുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങ് തോപ്രാങ്കുടി, ഇത് ഇടുക്കിക്കാരുടെ ഭാഷയാണ്. ജയരാജ സംവിധാനം ചെയ്ത ലൗഡ് സ്പീക്കറിലെ മൈക്ക് ഒരവസരത്തിൽ കുട്ടികളോട് പൂവ് മണത്ത് നോക്കുവാൻ പറയുന്ന ഒരു രംഗമുണ്ട്. ഹായ് നല്ല വാട എന്ന് മൈക്ക് പറയുമ്പോൾ ആ കുട്ടി പെർഫ്യൂമിൻ്റെ മണം എന്നാണ് പറയുന്നത്. ഫിലിപ്പോസ് എന്ന മൈക്ക് പ്രയോഗിക്കുന്ന ചില ഭാഷാശൈലികൾ ഒന്ന് ശ്രദ്ധിച്ചേ. തേമ്പിയ ആന, വള്ളത്തിൽ കയറുന്നത് നല്ലപ്പഴ, ഇങ്ങനെയൊക്കെയുള്ള ഇടുക്കിക്കാരുടെ പദപ്രയോഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത് മൈക്ക് എന്ന ഫിലിപ്പോസിലൂടെ ആയിരുന്നു. തീർന്നില്ല, ഇനിയുമുണ്ട് മമ്മൂട്ടി കഥാപാത്രങ്ങൾ. അരിപ്രാഞ്ചിയെ എന്തായാലും മലയാളികൾ മറക്കില്ല. തൃശ്ശൂർ ഭാഷ ഒട്ടനവധി നടന്മാർ സംസാരിച്ചിട്ടുണ്ട്, മോഹൻലാൽ അടക്കം. എങ്കിലും പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലൂടെ ചിറമ്മൽ ഈനാശു ഫ്രാൻസിസ് സംസാരിക്കുന്നത് തൃശ്ശൂരിലെ തന്നെ ഒരു പ്രത്യേക പ്രദേശത്തെ ഭാഷാശൈലിയിലാണ്. അതിഭാവുകത്വങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ
പ്രാഞ്ചിയേട്ടൻ നമ്മൾക്ക് മുൻപിൽ ക്ലോസപ്പിൽ തന്നെ ഉണ്ടാവും. കാരിക്കേച്ചർ വൽക്കരിച്ച ഭാഷാശൈലിയുമായാണ് രാജരാജ കമ്മത്ത് നമ്മൾക്ക് മുൻപിൽ എത്തിയത്. പ്രൊപ്പറൈറ്റേഴ്സ് കമ്മത്ത് ആൻഡ് കമ്മത്ത് ഉദയകൃഷ്ണയും സിബി കെ തോമസും എഴുതി തോംസൺ കെ തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രം വെള്ളിത്തിരയിലെത്തിയത് 2013 ജനുവരി 25-നായിരുന്നു. കേരളത്തിൽ തന്നെയുള്ള ഒരു പ്രത്യേക വിഭാഗക്കാർ സംസാരിക്കുന്ന ഒരുതരം വക്രീകരിക്കപ്പെട്ട ഭാഷാപ്രയോഗം, അതുവഴി ഹാസ്യാത്മകമായിരുന്നു മമ്മൂട്ടിയിലൂടെ നമ്മൾക്ക് അനുഭവമായത്. രാജരാജക്കമ്മത്തിൻ്റെ ഭാഷാപ്രയോഗം ഏതാണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു. കല്ലെറിയാൻ കൊടുത്തത് ഒരു കാര്യം പറയാൻ കൊടുക്കാനുണ്ട്, ഇവിടെ വരാൻ കൊടുത്തത്, മാത്രമല്ല ഉച്ചാരണം വികലമാക്കിയുള്ള പ്രയോഗങ്ങളുമുണ്ട്. ബഹുമാനപ്പെട്ട എന്ന് പറയേണ്ടിടത്ത് ബഹുമാൻപ്പെട്ട എന്നും കാര്യമെന്നതിന് പകരം കാര്യം എന്നുമൊക്കെയായിരുന്നു രാജരാജക്കമ്മത്ത് സംസാരിച്ചിരുന്നത്. ക്ഷമിക്കണം, ബെല്ലാരി രാജയെ ഞാൻ മറന്നുപോയതല്ല. 2005 നവംബർ 1 ബെല്ലാരി രാജ നമുക്ക് മുമ്പിലെത്തുന്നത്. അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യം. ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ഭാഷാശൈലി തിരുവനന്തപുരം ജില്ലയുടെ കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ സംസാരിക്കുന്ന ഒരുതരം ശൈലിയിൽ ആയിരുന്നു. എന്തരടെ അപ്പി, എന്തരോ എന്തോ, ബോഞ്ചി വെള്ളം, അങ്ങനെ പോകുന്നു ആ ശൈലി പ്രയോഗം. ഒരുതരം അതിശയോക്തി കലർന്ന രീതിയിലാണ് സംസാരങ്ങൾ. ഓ തന്നെ, പിന്നെ എന്തരടെ, ഇങ്ങനെ ഓരോ ഭാഷാശൈലികൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു എപ്പിസോഡിലൊന്നും അങ്ങനെ തീരുകയില്ല മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളും അവരുടെ ഭാഷാപ്രയോഗങ്ങളും. എങ്കിലും 1-2 കൂടി പറയാം. തനി മലപ്പുറം ഭാഷ കൈകാര്യം ചെയ്ത ബസ് കണ്ടക്ടർ, പിന്നെ മാട, പൊന്തൻ മാടയിലെ മാടയുടെ ഭാഷാശൈലി. ഇനി ഞങ്ങളുടെ സ്വന്തം നാട് സെൻട്രൽ ട്രാവൻകൂർ, തിരുവല്ല, മാവേലിക്കര ഭാഗത്തുള്ളവരുടെ ശുദ്ധ മലയാളത്തിൽ സംസാരിച്ച ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു, കടൽ കടന്നൊരു മാത്തുക്കുട്ടി. ഇതിലെ മാത്തുക്കുട്ടി സംസാരിക്കുന്നത് ശുദ്ധ മലയാളം തന്നെയാണ്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ വർഷം നമ്മളെയെല്ലാം അതിശയിപ്പിച്ച ഒരു ചിത്രമായിരുന്നു നൻപകൽ നേരത്ത് മയക്കം. ഒരു കോട്ടയം പാലാ ഭാഗത്തുള്ള ആളിൻ്റെ സംസാര ശൈലിക്ക് ഒപ്പം തിരുനെൽവേലി ശൈലിയിൽ തമിഴ് സംസാരിക്കുന്ന സുന്ദരം എന്ന കഥാപാത്രമായും മാറി മാറി നമുക്ക് മുൻപിൽ നടന വിസ്മയം നടത്തി മമ്മൂട്ടി. മലയാളത്തിൻ്റെ, മലയാളിയുടെ ഭാഷാശൈലിക്കും ജീവിതശൈലിക്കും അനുസരിച്ച് അസാധാരണ വഴക്കത്തോടെ അഭിനയത്തിൻ്റെ ഉത്തുംഗതയിൽ ഭാഷയ്ക്കൊരു നാട്യശാസ്ത്രം രചിക്കുകയാണ് പത്മശ്രീ മമ്മൂട്ടി.